കളർകോട് വാഹനാപകടം. സങ്കടക്കടലിനിടയിൽ നേരിയ ആശ്വാസം. വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ആലപ്പുഴ കളർകോട് കാറപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന 2 പേരെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 5 പേരിൽ ഒരാളുടെ നില തൃപ്തികരമാണ്. ആനന്ദ് മനു, ഗൗരിശങ്കർ, മുഹസിൻസ, കൃഷ്ണദേവ് എന്നിവരുടെ നിലയാണ് മെച്ചപ്പെട്ടത്. ഇവർ മരുന്നുകളോട് മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. നേരത്തെ ആൽബിൻ എന്ന വിദ്യാർത്ഥിയെ തുടർ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത്. 5 പേർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ എന്ന വിദ്യാർത്ഥി മാത്രമാണ്. അതിനിടെ മരിച്ച ദേവാനന്ദിന്റെ സംസ്കാരം കോട്ടയം പാല മറ്റക്കരയിലെ തറവാട്ട് വീട്ടിൽ നടന്നു. അച്ഛന്റെ തറവാട്ട് വീട്ടിലായിരുന്നു ചടങ്ങുകൾ. ഉച്ചയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത്. നിരവധി പേരാണ് ചടങ്ങിനെത്തിയത്. കോളേജിലുള്ള നിരവധി സഹപാഠികളും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ദേവാനന്ദ് മലപ്പുറത്തായിരുന്നു പഠിച്ചതും വളർന്നതുമെല്ലാം. എങ്കിലും ഈ നാട്ടിലുള്ളവരുമായും ദേവാനന്ദ് അടുപ്പം പുലർത്തിയിരുന്നു. ക്രിസ്മസ് അവധിക്ക് നാട്ടിലേക്ക് വരുമെന്ന് മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിരുന്നു. അവർക്ക് മുന്നിലേക്ക് ചേതനയേറ്റ ശരീരവുമായാണ് ഒടുവിൽ ദേവാനന്ദ് എത്തിയത്. സംഭവത്തിൽ കാറിന്റെ ഉടമ ഇന്ന് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുമ്പിൽ ഹാജരായിരുന്നു. നോട്ടീസ് നൽകി ഷാമിൽ ഖാനെ RTO വിളിപ്പിക്കുകയായിരുന്നു. വാഹനം വിൽക്കുകയും വാടകയ്ക്ക് നൽകി വരികയും ചെയ്യുന്ന ആളാണ് ഷാമിൽ. പരിചയത്തിന്റെ പേരിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് എന്നാണ് ഷാമിൽ നൽകിയിരിക്കുന്ന മൊഴി.